ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഹെഡ്മാസ്റ്റർമാരുടെ സെൽഫ് ഡ്രോയിംഗ് പദവി സർക്കാർ കവർന്നെടുത്തതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഹെഡ്മാസ്റ്റർമാരുടെ സെൽഫ് ഡ്രോയിംഗ് പദവി സർക്കാർ കവർന്നെടുത്തതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പള ബില്ലുകൾ അപ്രൂവിംഗ് അതോറിറ്റിയുടെ കൂടി അനുമതിയോടെ മാത്രമേ പാസാക്കുവാൻ സാധിക്കൂ എന്ന ഉത്തരവ് പിൻവലിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ശിവൻകുട്ടിയുടെ പോലെ മുത്തഴിഞ്ഞു പോയ ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. എന്താണ് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒരു പിടിക്കറിയുമില്ലാത്ത രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പ്രൊഫസർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രൊഫസർ ബിന്ദുവിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമായ ഒരു നിലപാടല്ല നമുക്കുള്ളത്. അവരും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു പ്രൊഫസറാണ് എന്നുള്ള നിലയ്ക്കുള്ള കുറേ കാര്യക്ഷമത അവരിൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവരും തീർത്തും പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലാണ് വിദ്യാഭ്യാസ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാന അധ്യാപകനായി ചുമതലയെടുക്കാൻ പലപ്പോഴും അധ്യാപകർ തയ്യാറാവാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള റിപ്പോർട്ട് അനുസരിച്ച് 500 അധ്യാപകർ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാലയത്തിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും ആ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് ഒരു പ്രധാന അധ്യാപകനായി വിരമിക്കുക എന്നുള്ളത്. ആ ആഗ്രഹം പോലും പലരും ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഉള്ളത്. KPSTA ജില്ലാ വൈസ് പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം CJ ദാമു മുഖ്യ പ്രഭാഷണം നടത്തി. 2013 എന്ന ഉത്തരവിലൂടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ, അത് നമ്മുടെ അന്ന് KPSTU ആയിരുന്നു സംഘടനയുടെ പേര്, ആ സംഘടനയുടെയും അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഹരിഗോവിന്ദൻ സാറിൻ്റെയും നിരന്തരമായ ഇടപെടലിലൂടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കായി നേടിയെടുത്തതാണ് സെൽഫ് ഡ്രോയിങ് പദവി. നമുക്ക് കൃത്യമായി 2-ാം തീയതി തന്നെ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് അത്തരത്തിലൊരു സെൽഫ് ഡ്രോയിങ് പദവി പ്രധാന അധ്യാപകർക്ക് അംഗീകരിച്ച് കിട്ടിയത്. എന്നാൽ ഇന്ന് 11 വർഷം കഴിഞ്ഞപ്പോൾ വളരെ ലാഘവത്തോടുകൂടി വളരെ സൂത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സർക്കാരിന് ശമ്പളം കൊടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ 2-ാം തീയതി അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം കൊടുക്കരുത് എന്ന ഒരു ഗൂഢമായ ലക്ഷ്യം ഇതിലുണ്ടോ എന്നുവരെ ഈ ഉത്തരവിൽ നമ്മൾ സംശയിക്കുകയാണ്. സീന M, ജോഷി AJ, സൂരജ് VS, ചഞ്ചൽ PR, ജോജി ജോസഫ്, ജിൽസൺ, മൊഹസിൻ VI, സന്ധ്യ D, മേഴ്സി VL, സൈജു PR എന്നിവർ പ്രസംഗിച്ചു. നടിച്ചു പാടിടുവിനുള്ളതു കൊണ്ടോണം കൊണ്ടാടുവിൻ, ചെമ്മെ നടന്നൊന്നു കുമ്മിയടിക്കുവിൻ, തമ്മിലടുക്കുവാനൊന്നായിടാൻ. അത്തപ്പൂചൂടിയ സുന്ദരി പെണ്ണിന് പൊട്ടുകുത്താനെത്തി പൊൻപുലരി, തുമ്പക്കിടാവിൻ സ്വയംവരം കൂടുവൻ തുമ്പികളായിരം ചിന്തുപാടി. എടാ മോനെ, നീ സ്വയംവരയിലല്ലേ പോയത്? ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോകണ്ടേ.